3 L's എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് ലോൺ, ലോട്ടറി ആൻഡ് ലിക്കർ. ഈ 3 Lകളിലാണ് നമ്മൾ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് സർവൈവലാണ് നമ്മുടെ. ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരു വിഭാഗമാണ് മദ്യപാനികൾ. മദ്യത്തിൽ കൈവയ്ക്കുമോ എന്നൊരു ആശങ്ക ഇവിടുത്തെ സാധാരണക്കാർക്കുണ്ട്. അപ്പോൾ ഈ പറയുന്ന ബഡ്ജറ്റിനകത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റവന്യൂ ജനറേഷൻ മോഡൽ ഉണ്ടാക്കിയെടുത്തിട്ടില്ല. രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ CRF-ലേക്ക് പണം വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്തു, ഇതിന് യഥാർത്ഥ ബെനിഫിഷ്യറിക്ക് എത്തിയോ എന്നൊക്കെ ഉള്ളതിൻ്റെ ട്രാൻസ്പെറൻസി ഇഷ്യൂ ഇപ്പോഴും ഈ കോൺട്രിബ്യൂട്ട് ചെയ്തവർക്കുണ്ട്. അതായത് ലിക്കറിന് വില കൂടി എന്ന് പറഞ്ഞ് ആരും പബ്ലിക്കായിട്ട് അത് ശരിയായില്ല എന്ന് പറയുന്ന ഒരു രീതിയില്ല. രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറെങ്കിൽ അവർ പറയുന്ന പ്രഖ്യാപനങ്ങളും ഈ പറഞ്ഞ വൈറ്റ് പേപ്പറിൽ ഈ പറഞ്ഞ 1.73 എന്ന് പറയുന്ന ഏറ്റവും താഴ്ന്ന കണക്കും തമ്മിൽ എങ്ങനെയാണ് ചേർന്ന് നിൽക്കുക? സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്നതിന് പ്രത്യേകം കമ്പനി ഉണ്ടാക്കി കടമെടുത്ത് പണം കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. ആക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുള്ളത് ഈ പറയുന്ന ബോഡിയിൽ 20,000-25,000 ക്രോസിന് താഴെയാണ്. ഈ പറഞ്ഞ 10 വർഷം നമ്മൾ കിഫ്ബിന്ന് കേട്ടതിൽ അതിനകത്ത് അതിൻ്റെ CEO മുതൽ താഴോട്ടുള്ളവർ വാങ്ങിച്ച പെൻഷനും മറ്റുള്ളതും സേവ് ചെയ്തിരുന്നെങ്കിൽ തന്നെ നമുക്ക് ഒരു പക്ഷേ നല്ല ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഹെൽത്ത് കെയറിലും മറ്റുമൊക്കെ ഉണ്ടാക്കാൻ ഒക്കുമായിരുന്നു. ഇവിടെ അത് വേണ്ടി വരുമോ? ചെലവ് ചുരുക്കൽ വേണ്ടി വരുമോ? 100%. സർക്കാർ സേവനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിക്കേണ്ടി വരും. വളരെ ശക്തമായ ഒരു ഓസ്റ്ററിറ്റി മെഷർ ഈ ഗവൺമെൻറ് എടുത്തിട്ടില്ല എങ്കിൽ ഇതിൻ്റെ ഒരു തുടരും. ഏതാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി? ഈ ചെസ്തമ്പിയാനും പറയാനും ഇതെല്ലാം എങ്ങനെയാണോ വിജയൻ സർക്കാർ ചെയ്തിരുന്നത് അത് തന്നെ സതീശൻ സർക്കാരും ചെയ്യും. ഓട്ടോ ടാക്സി അടക്കമുള്ള റേറ്റ് വരെ കൂടും എന്നുള്ള ഭയമാണുള്ളത്. മൊത്തത്തിൽ ജീവിത ചെലവ് കൂടുമോ? നിലവിൽ തന്നെ അത് കൂടുതലാണ്. കിറ്റെക്സ് തന്നെ ഒരു പക്ഷേ ഇവിടെ നിന്ന് പോയത് നമുക്ക് സർക്കാരുമായിട്ടുള്ള ഹരാസ്മെൻറ്റും നോക്കുകൂലിയോ അട്ടിമറിക്കൂലിയോ എന്നൊക്കെ പറയാമെങ്കിലും അതിൻ്റെ ഒരു മേജർ ഫാക്ടർ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് കൊണ്ടുപോയത് അവൈലബിലിറ്റി ഓഫ് ലേബർ തന്നെയായിരിക്കും. അപ്പോൾ അത് ഒരു ബ്രില്യൻ ബിസിനസ്മാൻ ആയതുകൊണ്ട് നാച്ചുറലി അത് പൊളിറ്റിക്കലി ഇതങ്ങോട്ട് ചാരി വെച്ചിട്ട് അപ്പോൾ അദ്ദേഹത്തിന് തെലങ്കാനയിൽ നിന്ന് ഫ്ലൈറ്റിൽ ആൾ വന്നു കൊണ്ടുപോയി ലാൻഡ് അലോക്കേറ്റ് ചെയ്തു. ദാറ്റ്സ് ബ്രില്യൻ. സർക്കാരിന് ഏത് ലാൻഡാണ് അക്വയർ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്? അതിൻ്റെ റീഹാബിലിറ്റേഷനും കോമ്പൻസേഷനും ഒക്കെ കറക്റ്റാക്കി ചെയ്താൽ പോരെ. അതുണ്ട്. പക്ഷേ ഇത് എന്നും നമ്മൾ ആ റോഡിൽ കൂടെ ഓടി തുടങ്ങില്ല. ഇന്ന് ഈ പറയുന്ന മംഗലാപുരം ഞാൻ ചോദിക്കുന്നത് സാധ്യമല്ല എന്നാണ് എൻ്റെ ചോദ്യം. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ സാധ്യമാണ്. ഇപ്പം സോജില പാസ് നമുക്ക് ചെയ്യാമെങ്കിൽ ഈ കേരളത്തിലുള്ള ഒരു കാര്യമാണ് ബുദ്ധിമുട്ട്. ഇന്ന് എന്തുകൊണ്ട് നമുക്ക് കേരളത്തിന് പറ്റിയില്ല? ആ കേരളത്തിന് പറ്റാത്തത് നമ്മൾ സംസ്ഥാന സർക്കാരിനെയാണോ കേന്ദ്ര സർക്കാരിനെയാണോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, കേന്ദ്ര സർക്കാരിന് ഇതിനകത്ത് വലിയൊരു പങ്കുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മൊബിലിറ്റിയെ ഐ ആം നോട്ട് ജസ്റ്റിഫൈങ് എനിബഡി. നമസ്കാരം. സി മലയാളം ന്യൂസിനൊപ്പമുള്ളത് ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, സാമ്പത്തിക നിരീക്ഷകൻ. നമസ്കാരം സർ. നമസ്തേ സാർ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാമ്പത്തിക അവസ്ഥയിൽ പ്രിയദർശിനി പദ്ധതി തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ. അതൊരു ചരിത്രപരമായ മുന്നേറ്റം എന്നുള്ള നിലയ്ക്കാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു ജനാധിപത്യ സർക്കാർ നടത്തുന്ന ജനകീയമായ ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന വിമർശനങ്ങളുണ്ട്. ഈ പദ്ധതി നിലവിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇനി KSRTCയെ ഒറ്റയ്ക്കെടുത്താൽ KSRTC സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പണം ഇങ്ങോട്ട് വാങ്ങി മുന്നോട്ട് പോകുന്ന ഒരു പൊതുമേഖലാ സംവിധാനമാണ്. അതൊരിക്കലും ലാഭത്തിലായിട്ടുമില്ല. ഈ ഒരു അവസ്ഥയിലുള്ള ഒരു സംവിധാനത്തിലാണ് പ്രിയദർശിനി പദ്ധതി നടപ്പാക്കുന്നത്. ഒട്ടേറെ വിമർശനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ എന്തായാലും ഇപ്പം നടപ്പാക്കി കഴിഞ്ഞു. ഓർഡിനറി ബസ്സുകളിൽ ഇത് ആരംഭിക്കുന്നു. 100 ദിവസത്തെ ടെസ്റ്റ് സർവീസ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ വിലയിരുത്തുക? പ്രിയദർശിനി അല്ലെങ്കിൽ ഫ്രീ ബസ് ട്രാവൽ KSRTCയിൽ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വളരെ ആശങ്കയോടെയാണ് ഈ നമ്മുടെ ഒരു എക്കണോമിക് ഒബ്സർവേഴ്സായിട്ടുള്ള ആളുകൾ അതിനെ കണ്ടിട്ടുള്ളത്. പലരും പല ഫ്രീ ബീസിനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്തിരുന്ന കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ഈ എക്കണോമിക് കമൻറ്റേറ്റേഴ്സ് എല്ലാം എന്തോ വലിയ കാര്യം നടക്കാൻ പോകുന്നു, ഇതിനൊരു വലിയ ഇതെന്ന് പറയുകയും, എന്നാൽ അതിനെ എതിർക്കുന്ന ആളുകൾ ഇതൊരു വലിയ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കപ്പെടുകയും എന്ന് പറയുന്ന രണ്ട് സൈഡിലും ഉള്ള ഇതാണ്. നടുക്കുള്ള ആൾക്കാരും ഉണ്ട്. അതെ, അതിനൊരു ഒരു നടക്കട്ടെ, ചെയ്ത് നോക്കാം എന്നൊക്കെ പറയുന്നവരുമുണ്ട്. അപ്പോൾ ഒരു ഓബ്ജക്റ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലെവൽ, അതായത് ഒരു
നമുക്കൊക്കെ മനസ്സിലായിരുന്ന ക്യാമ്പയിൻ സമയത്തുള്ളത് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം. അത് ഇതിൻ്റെ ഈ ഒരു ഗവർണൻസിലേക്ക് വന്നപ്പോൾ ആ സർക്കാർ ഉണ്ടാക്കിയെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കൊരു ഇമ്മീഡിയറ്റ് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു വ്യാപ്തിയും അല്ലെങ്കിൽ ആ ഒരു എത്രമാത്രം വിഭവം ഇതിനു വേണ്ടി ചിലവാക്കേണ്ടി വരും എന്നുള്ളത് നോക്കിയപ്പോഴത്തേക്ക് ഒരു പക്ഷേ ഗവൺമെൻറ്റിന് മനസ്സിലായി കാണും അത്രയും ഒരു ഫുള്ളായിട്ടൊരു ട്രാവൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. ഞാനതിനെ അനുകൂലിക്കുന്ന ഒരാളാണ്. അതായത് അറ്റ്ലീസ്റ്റ് മോഡറേറ്റ് ചെയ്തു അനുകൂലിക്കുന്ന ആളാണ്. പദ്ധതി എന്നുള്ളതല്ല, ഈ പറയുന്ന പോലെ അറ്റ്ലീസ്റ്റ് മോഡറേറ്റ് ചെയ്തു. കാരണം നമ്മൾ എന്ത് സാധനം കൊടുക്കുമ്പോഴും നമുക്ക് അതിനുള്ള ബാൻഡ് വിഡ്ത്ത് ഉണ്ടോ, അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകട്ടെ. കറക്റ്റ്. അപ്പോൾ നിലപാടുകളിൽ ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരു ആക്ച്വൽ ഫാക്റ്റ് ഓഫ് ദ മാറ്റർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ തിരുത്തലുകൾ ആവശ്യമാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന പോലെ ഫേസ് സേവിങ് ആയിട്ട് ഒരു എന്താ പറയുന്നത്, പ്രിയദർശിനി ഇത് പറഞ്ഞു, ഞാൻ ഇലക്ഷന് പറഞ്ഞു, അപ്പോൾ അതിന് ഓർഡിനറിയിലെങ്കിലും സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. ഫെയർ, അറ്റ്ലീസ്റ്റ് അത്രയും കുറഞ്ഞല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. കാരണം ഇവിടെ ബേസിക്കലി അങ്ങനെ ഒരു പൂറസ്റ്റ് ഓഫ് പൂവർ ആയിട്ടുള്ള ഒരു ജനവിഭാഗം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ വളരെ ചെറിയ നിരക്കിലുണ്ട് അങ്ങനെ ഒരു വലിയ, പക്ഷേ എന്നാൽ അവർക്ക് മാത്രം ഈ പറയുന്ന പൂവർ ഒരു ആളുകൾക്ക് മാത്രം കൊടുക്കാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾക്ക് അവശേഷിക്കുന്നു. എനിവേ ഒരു ഇലക്ഷൻ പ്രോമിസ് എന്നുള്ള നിലയ്ക്ക് ഗവൺമെൻറ് അത് ചെയ്യാൻ തീരുമാനിച്ച് മുന്നോട്ട് പോയി. അപ്പോൾ ഈ വരുന്ന സാമ്പത്തിക ബാധ്യത 1500 കോടി രൂപയാണ് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് സപ്പോർട്ട് ടു KSRTC. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന ഒരു അഡീഷണൽ ബേർഡനും കൂടെ വരും. കാരണം ഈ വന്ന എന്താണോ അഡീഷണൽ കോസ്റ്റ്, ആ കോസ്റ്റ് മുഴുവൻ റീഇംബേഴ്സ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം KSRTCക്ക് നഷ്ടമെന്ന് നമുക്ക് പറയാനൊക്കില്ല, അല്ലേ? സർക്കാർ കൊടുക്കും, സർക്കാർ റീഇംബേഴ്സ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് എടുക്കുന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ്. അപ്പോൾ അത് നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ KSRTC നിലനിൽക്കും എന്നുള്ള ഒരു സമാധാനമുണ്ട്. അതിനകത്ത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ യാത്ര കൂടുമ്പോഴുള്ള ഈ ബസ്സിൻ്റെ വേറെ ടയർ കൂടാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില അഡീഷണൽ കോസ്റ്റ് വന്നേക്കാം. എന്നാൽ പോലും ഒരു സമാശ്വാസം ഇതിന് എല്ലാ സ്ത്രീകൾക്കും എല്ലാ ബസ്സസിലും ഉള്ള ഒരു ഫ്രീ ട്രാവൽ ചെയ്തില്ല എന്നുള്ളൊരു ആശ്വാസം എനിക്കുണ്ട് പേഴ്സണലി. 2, ഇത് ലിമിറ്റ് ചെയ്തു 100 ഡേയ്സിലാണ്. അപ്പോൾ നമുക്കറിയാം എത്രമാത്രം ഒരു കോസ്റ്റ് ഉണ്ടാകും എന്നുള്ളത്. വാട്ടർ ഡൗൺ ആയിട്ടുള്ളൊരു പദ്ധതിയാണ്. പക്ഷേ ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. എസ്പെഷ്യലി ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു വൈറ്റ് പേപ്പറൊക്കെ കൊണ്ടുവന്നൊരു ഗവൺമെൻറ്, ധനസ്ഥിതി വളരെ മോശമാണ് എന്ന് നമ്മൾക്ക് അറിയാവുന്നൊരു ഗവൺമെൻറ്, ഫ്രീ ട്രാവൽ, ഒരു ഫ്രീ ബി കൾച്ചർ, ഇത് മാത്രമേ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി വി ആർ ലുക്കിംഗ് അറ്റ് 1000 രൂപ വെച്ച് പെൺകുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്, പെൻഷൻ, ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റ് ഓഫ് അതർ ഫ്രീ ബീസ് അങ്ങനെ കിടക്കുന്നു. അപ്പോൾ നാച്ചുറലി ഒരു ഫസ്റ്റ് ലെവൽ അറ്റ്ലീസ്റ്റ് ഞാനിത് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പ്രോജക്റ്റായിട്ട് ഇത് നമുക്ക് കാണാം. ഒരു തരത്തിലും ഇതിന് ഒരു അഡീഷണൽ റവന്യൂ ഇതിനകത്ത് നമ്മൾ കാണുന്ന രീതി ഇതുവരെ കണ്ടില്ല. നമ്മൾ ബഡ്ജറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ചോദ്യം. ബഡ്ജറ്റ് വരാൻ പോവാണ്. ഇപ്പോൾ ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞ സർക്കാർ എവിടെ നിന്ന് എടുക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ അഡീഷണലായിട്ട്, അതായത് ടിക്കറ്റ് വരുമാനം കുറയാണ്, സ്ത്രീകളാണ് 50%-ലേറെ KSRTCയിലെ യാത്രക്കാർ എന്നവർ സർവേ നടത്തി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് പകുതി വരുമാനം കുറയാണ്, അത് സർക്കാർ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ കണക്ക് കൂട്ടുന്നത് ഏകദേശം ഈ പറഞ്ഞൊരു 1000 1500 രൂപയൊക്കെയാണ് ഈ ശരാശരി ഒരു സ്ത്രീയുടെ കയ്യിൽ അധികമായി അല്ലെങ്കിൽ ലാഭമായി ചിലവഴിക്കേണ്ടതില്ലാത്തതായി വരുന്നത്. ഇത് മൂലം ലാഭമായിട്ട് വരും. ഇത് മാർക്കറ്റിലേക്ക് എത്തും. ഇത് മാർക്കറ്റിൽ ഇവർ മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുമ്പോൾ അങ്ങനെ കിട്ടുന്ന GST വരുമാനത്തിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യും. 1. 2, സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ പുരുഷന്മാരും അവരുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള ആൾക്കാരും ഇതിലേക്ക് ആകർഷിക്കപ്പെടും. കുട്ടികൾ കൂടെ യാത്ര ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഫുട്ഫോൾ, കൂടുതൽ ടിക്കറ്റുകളുടെ എണ്ണം വരും. ഇങ്ങനെ ചില പ്രതീക്ഷകളൊക്കെ സർക്കാരിനുണ്ട്. അത് കൂടാതെ ഈ വാല്യൂ ആഡഡ് സർവീസുകളിലും കൂടെ KSRTC ലക്ഷ്യം വയ്ക്കും എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ നടക്കുമോ? 1.2 1.3 ടൈംസ് മൾട്ടിപ്ലയർ എന്നൊക്കെയാണ് ഈ ഒരു എക്കണോമിക് തിയറിയിൽ പറയുന്നത്. അതായത് 1000 രൂപ വന്നാൽ അതിൻ്റെ ഒരു മൾട്ടിപ്ലയർ ഫാക്ടർ, ഒരു ആനുവൽ മൾട്ടിപ്ലയർ 1.2 ടൈംസിൽ നമുക്കുണ്ടാക്കാം. അതിനൊരു ക്ലാസിക് എക്സാമ്പിൾ ഇന്ന് ഒരു പ്രമുഖ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ട്. 5600 കോടി രൂപ കേരളത്തിന് സാമ്പത്തികമായി വരുമാന വളർച്ചയുണ്ടായി എന്നുള്ളതാണ് ഒരു വലിയ ഫ്രണ്ട് ലൈൻ ന്യൂസാണ്.
അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? പെട്ടെന്ന് ഞാൻ ഏപ്രിൽ മെയ്യിൽ 5600 കോടി രൂപ വളർന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഏതാണ്ട് 32-33% ഇൻക്രീസാണ്, 1/3 ഗ്രോത്താണ് ഉണ്ടായിട്ടുള്ളത് കമ്പയർ ടു കഴിഞ്ഞ സെയിം പീരീഡിൽ. അപ്പോൾ ഇതിന് 2-3 കാര്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് ഇവിടുത്തെ ഗവൺമെൻറ്റ്സ് ഇല്ലാതിരുന്ന സമയമാണ്. അതായത് ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് ആക്ച്വലി പഴയ ഗവൺമെൻറ്റിൻ്റെ ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഇല്ലാതിരുന്ന സമയമാണ്. അപ്പോൾ എങ്ങനെ ഈ കൺസംഷൻ കൂടി? ഈ കൺസംഷൻ കൂടാനുള്ള മേജർ ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്ക് ഇലക്ഷൻ നടന്നു, അപ്പോൾ എല്ലാ പാർട്ടികളും അവരുടെ എക്സ്പെൻഡിച്ചർ നടത്തി, കൺസംഷൻ കൂടി, അതിൻ്റെ ഒരു ബോയൻസി ഉണ്ടായിട്ടുണ്ട്. 2, കേന്ദ്ര ഗവൺമെൻറ് GST റേറ്റ് റാഷണലൈസേഷൻ ചെയ്തു. അതുപോലെ തന്നെ ഇൻകം ടാക്സിൽ ഒരു പരിധി കൂട്ടുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കമ്പൈൻഡ് ഇമ്പാക്റ്റിൻ്റെ ഒരു ഇതാണ്, റീസണാണ് നമ്മൾ ഈ GST വരുമാനത്തിലാണ് ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു സമയം എടുക്കും. ഇറ്റ് വിൽ ടേക്ക് എ ലിറ്റിൽ ടൈം. വേറെ നമ്മുടെ KSRTCയിൽ 1000 രൂപ ഇവർക്ക് കിട്ടി, അത് മാർക്കറ്റിലേക്ക് തിരിച്ചു വന്ന് ഇത് GST ആയിട്ടും അല്ലാതെയും ഒരു റിപ്പിൾ എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കണം. ഓൺ പേപ്പർ ദിസ് ഓൾ ലുക്സ് വെരി ഗുഡ്. ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ ഒരു ഇതിനെ അവർ കൂടുതൽ എക്സ്പെൻഡിച്ചറിലേക്ക് ഇതിനെ ചെയ്യുന്നു, കൺസംഷൻ കൂട്ടുന്നു, നമ്മുടെ എക്കോണമി വളരുന്നു ദീർഘകാലാടിസ്ഥാനത്തിൽ. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് സർവൈവലാണ് നമ്മുടെ. അപ്പോൾ ഈ പറയുന്ന ബഡ്ജറ്റിനകത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റവന്യൂ ജനറേഷൻ മോഡൽ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എങ്കിൽ. അവിടെയാണ് എൻ്റെ ചോദ്യം. സാധാരണഗതി നമ്മുടെ കേരള സർക്കാരിനെ, അതിപ്പം കഴിഞ്ഞ കുറേ കാലമായിട്ട് 10 കൊല്ലമായിട്ട് LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരു വിഭാഗമാണ് മദ്യപാനികൾ. മദ്യത്തിൽ കൈവയ്ക്കുമോ എന്നൊരു ആശങ്ക ഇവിടുത്തെ സാധാരണക്കാർക്കുണ്ട്. ഈ പറഞ്ഞതുപോലെ മദ്യവർജനം എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികളും നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മദ്യത്തിന് വില കൂടുമ്പം അതിൻ്റെ വരുമാനം കൂടുതൽ വേണ്ടി വരുന്നുള്ളതുകൊണ്ട് ആൾക്കാർ മദ്യത്തിൽ നിന്ന് പിന്തിരിയുന്നു. ഇവിടെ അങ്ങനൊരു കണക്കും ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സും ഞാൻ കണ്ടിട്ടില്ല. ഇനി എൻ്റെ അറിവുകേടാണോ എന്നറിയില്ല. എന്തായാലും മദ്യത്തിന് വില കൂടുന്ന സാഹചര്യം ഉണ്ടാവും ഈ ബജറ്റിൽ എന്ന് ഭയക്കുന്നുണ്ട്. 2, ലോട്ടറി നമുക്ക് കിട്ടുന്ന വരുമാനത്തിലൊന്ന്. ഇനി ഒരു പുതിയ ബമ്പർ ലോട്ടറിയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? ഇക്കാര്യത്തിലൊക്കെ ചില കൈവയ്ക്കലുകൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ടാവും. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ 3 Ls എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് ലോൺ, ലോട്ടറി ആൻഡ് ലിക്കർ. ഈ 3 Lകളിലാണ് നമ്മൾ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോൺ എടുക്കുക, അതിലേ നമുക്ക് 5 ലക്ഷത്തിൽ കോടി രൂപ ലോണായിട്ട് മാറിയത്. അപ്പം ആ ഒരു ഫസ്റ്റ് L അതാണ്. പിന്നെ ലിക്കർ, കാരണം അതൊരു സിൻ ടാക്സ് എന്ന് പറയുന്ന ഒരു മേഖലയിലാണ്. കാരണം ആരും ക്രിട്ടിസൈസ് ചെയ്യത്തില്ല. അതായത് ലിക്കറിന് വില കൂടി എന്ന് പറഞ്ഞ് ആരും പബ്ലിക്കായിട്ട് അത് ശരിയായില്ല എന്ന് പറയുന്ന ഒരു രീതിയില്ല. 3, ലോട്ടറി. ഈ 3 തരത്തിലാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നൊരു എക്കോണമിയാണ് എന്ന് പറയുന്നുണ്ട്. എനിവേ, ജോക്സ് അപ്പാർട്ട്, ഈ ലോട്ടറിയും ഇതും ഒരു സമൂഹത്തിന് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന 2 കാര്യങ്ങളാണ്. കാരണം ലോട്ടറി ഒരു ഗാംബ്ലിംഗ്, അങ്ങനെ ഒരു ഇതുണ്ടാക്കിയെടുക്കുന്നു. പക്ഷേ ഇവിടെ അതിനെപ്പറ്റി പല ചർച്ചകളും നടക്കുമ്പോഴവർ പറയുന്നത് ഇതൊരു ജീവനോപാധിയായിട്ട് പലരും ലോട്ടറി ഏജൻസിനും മറ്റുമൊക്കെ ഇത് ചെയ്യുന്നു. അപ്പോൾ ഇതിനൊരു 2 സൈഡും ഉണ്ട്, ലൈക്ക് എനിത്തിങ്. അപ്പം ഒരു പക്ഷേ ഈ എക്സസ് മണി മോപ്പപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന കുറച്ചുകൂടെ ഈ ആളുകളുടെ നിന്ന് വളരെ വ്യാപകമായിട്ടൊരു പിരിവ് നടത്തുന്നതിന് തുല്യമായിട്ടുള്ളൊരു റവന്യൂ ജനറേഷനായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെടില്ല. ഒരു പുതിയ ലോട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വേറെ ഒരു 100 കോടി രൂപ ഒരു മാസം കളക്ട് ചെയ്ത് ഒരു 10-25 കോടി രൂപ പ്രൈസായിട്ട് കൊടുത്താൽ ബാക്കി KSRTCയുടെ ഇതിൻ്റെ വരുമാനമായിട്ട് മാറ്റാം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ അതിനെ സർപ്രൈസ്ഡ് ആകില്ല. 2, ലിക്കറിൻ്റെ കാര്യത്തിലും നമുക്ക് ആർക്കാണ് ഒരു ധൈര്യമായിട്ട് പറയാൻ ഒക്കുന്നത്? ഇതിൻ്റെ വില കൂടാൻ പാടില്ല എന്ന് പറയാൻ ഒക്കില്ല. ഒരുപക്ഷെ ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ, സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഈ മദ്യത്തിൻ്റെ വില ഇങ്ങനെ കൂട്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് വിഷയം മദ്യമായതുകൊണ്ട് അവർ പറയുന്ന ആ കാര്യത്തിൻ്റെ പ്രാധാന്യം തമസ്കരിക്കപ്പെട്ടു പോയിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതായത് മരിച്ചുപോയ ഒരു മനോരോഗ വിദഗ്ധനുണ്ടായിരുന്നു, ശ്രീ സുരരാജ് മണി. ഒരുപാട് നാളായി. അദ്ദേഹം ഇവിടുത്തെ മെൻ്റൽ ഹെൽത്ത് സെക്രട്ടറിക്കായിരുന്നു. അപ്പോൾ അദ്ദേഹമൊക്കെ ഈ പറയുന്ന ചാരായ നിരോധനം ഇവിടെ വന്നപ്പോൾ വളരെ ശക്തമായിട്ട് അതിനെപ്പറ്റി വളരെ വോക്കലായിട്ട് വെളിയിലെങ്കിലെങ്കിലും നമ്മൾ പ്രൈവറ്റായിട്ടൊക്കെ ഇത് പലരുടെയും ഒരു അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ഇത് മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സ്വഭാവത്തിലുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ഫ്യൂസ് ചെയ്തതുപോലെ ചെയ്യുന്നത് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ ബാധിക്കും.
അതിനുശേഷം ഞാൻ അതിനെപ്പറ്റി വളരെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരാളായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ എന്നൊക്കെ മദ്യത്തിൻ്റെ വില കൂടിയിട്ടുണ്ടോ, മാനുവൽ ലേബർ ചെയ്യുന്ന ആളുകളുടെ കൂലിയിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഒരു പക്ഷേ രാവിലെ ഒരു 100 മില്ലി അടിച്ചിട്ട് പോകുന്ന ഒരാൾ, അതിനു വേണ്ടി മാനുവൽ ലേബർ ചെയ്യുന്ന ആൾ, അത് ഉച്ചയ്ക്കോ വൈകിട്ടോ ഒക്കെ ഇവർ ഇങ്ങനെ ഒരു സ്ഥിരമായിട്ട് മദ്യം യൂസ് ചെയ്യുന്ന, അതായത് ലോക്കൽ ചാരായം ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഇത് മാറി മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു. ഇത് ചെയ്യേണ്ടി വന്നപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്നല്ല ഞാൻ ഈ പറയുന്നത്, കാരണം എന്നെ വേറെ അതിനകത്ത് പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ഈ സ്വഭാവം അവർ ഉപേക്ഷിക്കുന്നതിന് പകരം ഇവർ മറ്റ് ചീപ്പർ വിദേശ മദ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. നാച്ചുറലി അത് അവരുടെ കൂലിയിലേക്ക് മാറി. ഇത് ഒരിക്കലും ഈ കൂലി കൂടിയ ആളുകൾ ഒരിക്കലും ഈ മാനുവൽ ലേബർ നമ്മൾ അവരുടെ വീടുകളിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതൊന്നും അവരുടെ വീട്ടിലെത്തിയിട്ടില്ല. പണ്ട് അവർ 100 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 100 രൂപയെ ഇപ്പോഴും കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ ഈ കിട്ടിയ അഡീഷണൽ എക്സ്പെൻസ് ഇത് കോമ്പൻസേറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എന്താണ്? അങ്ങനെ ഒരു സോഷ്യോളജിക്കൽ സ്റ്റഡി വച്ചിട്ടല്ല നമ്മൾ ഒരു പ്ലാനും ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അല്ല, ഒരു സർക്കാരും ഈ പറഞ്ഞ സോഷ്യൽ സയൻറ്റിസ്റ്റുകളെ ഇത്തരം കാര്യങ്ങളിൽ പരിഗണിക്കാറില്ല. ഒരു IAS ബ്യൂറോക്രാറ്റിക് സർക്കിൾസിൽ നിന്ന് വരുന്ന ഇതിൻ്റെ അറ്റ്ലീസ്റ്റ് ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പ്ലാനിംഗ് ബോർഡിലൊക്കെ ഉണ്ടായിരുന്ന CP ജോൺ എന്ന് പറയുന്ന ഒരാൾ മന്ത്രിയായിട്ടിരിക്കുന്നുണ്ടായിരിക്കാം ഒരു 100 ദിവസത്തേക്ക് നമുക്ക് ഇത് നോക്കാം, പണിഞ്ഞു നോക്കാം എന്ന് പറയുന്നതിൻ്റെ ഒരു, കാരണം അദ്ദേഹത്തിന് ഈ പ്ലാനിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ ഫൈനാൻസസും എക്കണോമിക്സും ഒക്കെ മനസ്സിലാകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഒരു പക്ഷേ അതായിരിക്കാം. കാരണം അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഈ പ്ലാനിംഗ് ബോർഡിലൊക്കെ ഇരുന്നിട്ട് ഈ ബഡ്ജറ്റിങ്ങിൻ്റെയൊക്കെ ഒരു ബോധം അദ്ദേഹത്തിനുണ്ട്, ഒരു പ്രാക്ടിക്കൽ വയബിലിറ്റി സ്റ്റഡി. അപ്പോൾ അത് ഒരു വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നൊരു കാര്യമാണ്. പക്ഷേ സസ്റ്റെയിൻഡായിട്ട് കേരളത്തിന് ഇതുപോലുള്ള ഫ്രീ ബീസ് കൊടുക്കാനായിട്ടുള്ള ഫൈനാൻഷ്യൽ സോഴ്സസ് എവിടെ നിന്നാണ്? ഡെഫിനറ്റ്ലി നോട്ട് ലിക്കർ ആൻഡ് ലോട്ടറി. അവർ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, അതായത് ഈ CSR ഫണ്ടുകൾ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടുകളെ ഈ പറഞ്ഞ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ശതമാനം മാറ്റത്തക്ക തരത്തിലുള്ള സ്കീമുകൾ ഉണ്ടാക്കിയെടുക്കുക. വെച്ചാൽ ശ്രമിച്ചു നോക്കുക, അവരോട് പറഞ്ഞു നോക്കുക CSR ഫണ്ട്. അങ്ങനല്ല, ഈ ശ്രമിച്ചു നോക്കിയതിൽ കാര്യമില്ല, അതിന് ശക്തമായിട്ട്. കാരണം ഈ 30-35 കോടി രൂപയാണ് ഭാരതത്തിൽ ഇന്ന് CSR ഫണ്ട് അവൈലബിലിറ്റി എന്ന് പറയുന്നത്, ടോട്ടൽ കോർപ്പറേറ്റ്സ് അവൈലബിൾ. ഇന്ന് ഈ കോർപ്പറേറ്റ്സ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജെനുവിൻ പ്രോജക്ട്സിലേക്ക് പണം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻഫോസിസ് പോലുള്ള കമ്പനീസ് ആണെങ്കിലും ഈ പറയുന്ന വലിയ തോതിൽ CSR ചെയ്യുന്ന ഇതിനകത്ത് ഒന്നിലൊരു പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ കാണും, അല്ലെങ്കിൽ ഇതൊരു ജെനുവിൻ ആയിരിക്കണം എന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ വളരെ പോസിബിലിറ്റി പ്രോബ്ലം ഉള്ള ഒരു മേഖലയാണ് ഈ CSR. ഇന്ന് നമുക്കറിയാം ഈ പ്രളയം വന്നപ്പോഴാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും കേരളത്തിനൊരു ഡിസാസ്റ്റർ റിലീഫ് വേണ്ടപ്പോഴും വളരെ ശക്തമായ സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് തന്നെയാണ് കേരളം. CM റിലീഫ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിരിച്ചിട്ടുണ്ട്. അതിൻ്റെ യൂട്ടിലൈസേഷൻ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ CRFലേക്ക് പണം വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്തു, ഇതിന് യഥാർത്ഥ ബെനിഫിഷ്യറിക്ക് എത്തിയോ എന്നൊക്കെ ഉള്ളതിൻ്റെ ട്രാൻസ്പെറൻസി ഇഷ്യൂ ഇപ്പോഴും ഈ കോൺട്രിബ്യൂട്ട് ചെയ്തവർക്കുണ്ട്. കാരണം എനിക്ക് പേഴ്സണലി അറിയാം, ഇവിടെ ശ്രീമതി സുധാമൂർത്തി ഇവിടെ വന്ന് അവർ 20 crores ഈ പ്രളയത്തിന് ഒരു ഇതായിട്ട് അവർ പണം നൽകാമെന്നും അവരുടെ അടുത്ത് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് പറഞ്ഞാൽ അവർ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞത് എനിക്ക് ആ പണം തന്നാൽ മതി എന്നാണ്. അപ്പോൾ ഈ പണം നൽകിയാൽ മതി എന്ന് പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെൻ്റ് ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഇന്ന് ഗവൺമെൻറ് മെക്കാനിസത്തിലുണ്ട്. കോർപ്പറേറ്റ്സിന് അത് ഒരു പക്ഷേ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇത് CSR യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടും ഒരു പോസിബിളായിട്ട് ചെയ്യാൻ ഒക്കുന്നതാണ്. പക്ഷേ അത് വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് ഒരു വലിയ അവരിപ്പോൾ അങ്ങനെ തീരുമാനിച്ചോളണമെന്നൊന്നുമില്ല. അല്ല, പക്ഷേ ഒരു ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. അതിനൊരു നല്ല ഒരു സെപ്പറേറ്റ്, കാരണം ഗവൺമെൻറ്റിന് പൈസ കൊടുക്കാൻ ഒക്കില്ല. CSR എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് ട്രഷറിയിലേക്ക് പണം വരാൻ ഒക്കില്ല. അപ്പം ചെയ്യാൻ ഒക്കുന്നത് എന്താ? ഡയറക്റ്റായിട്ട് ഈ പറയുന്ന റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ട്രാവൽ KSRTCയിലേക്ക് ഒരു പക്ഷേ ഒരു ടാറ്റയ്ക്കോ അദാനിക്കോ അംബാനിക്കോ കൊടുക്കാം. അവർ പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും പേരുടെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആ പണം ഞാൻ റീഇംബേഴ്സ് ചെയ്യും. പോസിബിൾ. അതല്ല എങ്കിൽ ഏത് മേഖലയിലാണെങ്കിലും ഈ പറയുന്ന
ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് യൂട്ടിലൈസ്. പക്ഷേ ഇതെങ്ങനെ നമ്മളൊരു ഒരു പ്രൈവറ്റുകാരൻ ചെയ്യുന്ന ആ ഒരു ഇതോടുകൂടി ഒരു മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഒരു ഗവൺമെൻറ് സെറ്റപ്പിൽ ഒരു പേപ്പർ പുഷേഴ്സായിട്ട് നടക്കുന്ന ആളുകളുടെ ഒരു രീതിയിൽ നടക്കില്ല. അതാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി. കാരണം ഇതിനല്ലെങ്കിൽ നമ്മളൊരു സൊസൈറ്റി ഉണ്ടാക്കുക, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുക, ആ ട്രസ്റ്റിന് ഒരു ഗവേണൻസ് ബോഡി ഉണ്ടാക്കുക, ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇത് ചെയ്യുക. ഐ വുഡ് സേ ഡെഫിനറ്റ്ലി 10-500 കോടി രൂപ നമുക്ക് മൊബിലൈസ് ചെയ്യാൻ ഈ ഫീമെയിൽ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ നമുക്ക് കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മേ ബി ഇൻ 2-3 years ടൈം അതിനൊരു കോർപ്പസ് ഉണ്ടാക്കിയൊക്കെ ചെയ്യാൻ നോക്കണം. ഇപ്പോൾ ഇവിടെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് സിറ്റിക്കകത്ത് ഇലക്ട്രിക് ബസ്സസ് ഓടിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ട്. ഇതിന് ക്യാപിറ്റൽ കോസ്റ്റ് ഇല്ല. ഇത് മുഴുവൻ സ്മാർട്ട് സിറ്റിയുടെ കെയർ ഓഫിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വന്ന ഫണ്ട് യൂസ് ചെയ്ത് ഒരു അർബൻ കണക്ടിവിറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. ഇതുപോലെ മോഡൽസ് ഒരുപാട് ചെയ്യാം. പക്ഷേ ഇതിന് ഒരു എന്താ പറയുന്നത്, തോട്ട് പ്രോസസ്സ് ഡിഫറൻ്റ് ആയിരിക്കണം. ആ ഡിഫറൻസ് ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ സർക്കാരിൻ്റെ മുന്നിലുള്ള മേജർ ചാലഞ്ച്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് 1.73 മറ്റോ ആണെന്ന് തോന്നുന്നു നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. വൈറ്റ് പേപ്പറിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന, ഇവിടെ കഴിഞ്ഞ സർക്കാർ 10 കൊല്ലം പറഞ്ഞത് ഇവിടെ ഒരുപാട് വികസനങ്ങൾ നടന്നു, പാലം പണിഞ്ഞു, റോഡ് പണിഞ്ഞു, അത് പണിഞ്ഞു, ഇത് പണിഞ്ഞു എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ടും ഇതൊക്കെ രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എങ്കിൽ അവർ ഈ പറയുന്ന പ്രഖ്യാപനങ്ങളും ഈ പറഞ്ഞ വൈറ്റ് പേപ്പറിൽ ഈ പറഞ്ഞ 1.73 എന്ന് പറഞ്ഞ ഏറ്റവും താഴ്ന്ന കണക്കും തമ്മിൽ എങ്ങനെയാണ് ചേർന്ന് നിൽക്കുക? ഒന്നാമത്തെ കാര്യം, ഈ കഴിഞ്ഞ 10 വർഷത്തെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും കിഫ്ബി എന്ന് പറയുന്ന ഒരു ബോർഡ് എടുത്ത് കാണിച്ചിട്ടാണ്. അന്ന് ഐസക്ക് പറഞ്ഞത് ഇൻഫ്രാസ്ട്രക്ചറിന് പണമില്ല, ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങിന് പൈസയില്ല. കാരണം നമ്മുടെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ് പെൻഷൻ, സാലറി, ഇൻട്രസ്റ്റ് ഇതെല്ലാം കൂടെ തന്നെ നമ്മുടെ ഏതാണ്ട് മുഴുവൻ 77% റവന്യൂ, ടോട്ടൽ റവന്യൂവിൻ്റെ 77% വഴി പോയി. ഇൻട്രസ്റ്റ് എനിക്ക് തോന്നുന്നു അഡീഷണൽ 20%. അപ്പോൾ എല്ലാം കൂടെ ഏതാണ്ട് 90-92% കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ്. ബാക്കിയുള്ളതിൽ ആണ് ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്. അതുകൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഒരു പ്രത്യേക ബോഡി കോർപ്പറേറ്റ് ഉണ്ടാക്കി അതിലേക്ക് പണം നമ്മൾ കടമെടുത്ത് പുതിയ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ പണിയുന്നു. ഇതാണ് അദ്ദേഹം അന്ന് പറയുന്ന കാര്യങ്ങൾ. അങ്ങനെയാണ് ഇതിൻ്റെ മസാല ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതും അതിനെഗൻസ്റ്റായിട്ട് ഞാൻ ഹൈക്കോടതിയിൽ കേസിന് പോകുന്നതും വലിയ വിവാദമാകുന്നതും. ഇന്നത്തെ പക്ഷേ കേരളത്തിൻ്റെ വലിയ ഒരു നെക്സ്റ്റ് ലെവൽ കടത്തിൽ നിന്നും മുക്തമാകാൻ സാഹചര്യം ഉണ്ടായത് ഈ പറയുന്ന ഹൈക്കോടതിയിലെ റിട്ട് പെറ്റീഷനാണ്. അന്ന് പലരോടും ഞാൻ സംസാരിക്കുമ്പോൾ ആർക്കും ഇതിനെ ചലഞ്ച് ചെയ്യാൻ ഒരു മനസ്സുണ്ടായില്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും. അങ്ങനെയാണ് ഞാൻ തന്നെ പേഴ്സണലി ഇതിനെപ്പറ്റി ഒരു റിട്ട് ഫയൽ ചെയ്യുന്നു. ഒരു ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടി ഉണ്ടായി. അതായത് കോടതി പോലും ഗവൺമെൻറ്റിന് അഗൻസ്റ്റ് ആയിട്ടൊരു പരാതി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അന്ന് കേന്ദ്ര ഗവൺമെൻറ്റും RBIയും CNDAGയും മറ്റുമൊക്കെ ഞാൻ ഇതിനകത്ത് റെസ്പോണ്ടൻ്റ് ആക്കിയിട്ടാണ് ഇത് ഫയൽ ചെയ്തിരുന്നത്. അതിൻ്റെ ഗുണം എന്താ? ഈ സെക്കൻഡ് ട്രാഞ്ച് ഓഫ് മസാല ബോണ്ട് അവിടെ എടുക്കാൻ സാധിച്ചില്ല. നമ്മുടെ ടോട്ടൽ ലോണിൻ്റെ അകത്ത് ഈ കിഫ്ബി എടുത്ത ലോണും ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടു. FRBM ആക്ട് പ്രകാരമുള്ള മാക്സിമം ഇതിനകത്ത് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തു. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്നതിന് പ്രത്യേകം കമ്പനി ഉണ്ടാക്കി കടമെടുത്ത് പണം കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ കടമെടുക്കാൻ വേണ്ടി കമ്പനികളുണ്ടാക്കി തുടങ്ങുന്നിടത്താണ് എൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഞാനവിടെ ചെയ്തത്. അതിൻ്റെ ഫലം ഡെഫിനറ്റായി ഉണ്ടായി. കാരണം ഒരു ലിമിറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ എന്നാൽ പോലും കിഫ്ബിയുടെ കോൺട്രിബ്യൂഷൻ അതാണ് വൈറ്റ് പേപ്പറിൽ പറഞ്ഞത്. അതായത് ഈ കടമെടുത്ത സാധനം കൂടെ ചേർത്തിട്ടാണ് ഈ പൊതുകടം 5.07 lakhs crores. അപ്പോൾ 22,000 crores ആകെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. എല്ലാ ബഡ്ജറ്റിലും ലക്ഷക്കണക്കിന് കോടിയുടെ പ്രോജക്റ്റ് ഇങ്ങനെ പറയുകയും ആക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുള്ളത് ഈ പറയുന്ന ബോഡിയിൽ നിന്ന് 20-25,000 crores താഴെയാണ്. ഈ പറഞ്ഞ 10 വർഷം നമ്മൾ കിഫ്ബിന്ന് കേട്ടതിൽ അതിനകത്ത് അതിൻ്റെ CEO മുതൽ താഴോട്ടുള്ളവർ വാങ്ങിച്ച പെൻഷനും മറ്റുള്ളതൊന്നും സേവ് ചെയ്തിരുന്നെങ്കിൽ തന്നെ നമുക്ക് ഒരു പക്ഷേ നല്ല ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഹെൽത്ത് കെയറിലും മറ്റുമൊക്കെ ഉണ്ടാക്കാൻ ഒക്കുമായിരുന്നു. ഇവിടെ അത് വേണ്ടി വരുമോ? ചെലവ് ചുരുക്കൽ വേണ്ടി വരുമോ? 100%. വളരെ ശക്തമായ
ഒരു ഓസ്റ്ററിറ്റി മെഷർ ഈ ഗവൺമെൻറ് എടുത്തിട്ടില്ല എങ്കിൽ ഇതിൻ്റെ ഒരു തുടരും ഏതാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി. ഈ ചെസ്തമ്പിയാനും പറയാനും ഇതെല്ലാം എങ്ങനെയാണോ വിജയൻ സർക്കാർ ചെയ്തിരുന്നത് അത് തന്നെ സതീശൻ സർക്കാരും ചെയ്യും. എവിടെയാണ് ബജറ്റിനെ നമ്മൾ നോക്കിയിരിക്കുന്നത്? ഡെഫിനറ്റായിട്ട് ഈ പറഞ്ഞ നമ്മുടെ പ്രത്യക്ഷത്തിൽ നമുക്ക് ഡയറക്റ്റായിട്ട് വരുമാനം കിട്ടുന്ന ഈ പറഞ്ഞ മദ്യം ലോട്ടറി ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെയുള്ള എല്ലാം താഴോട്ടൊക്കെയാണ്. ഈ പറഞ്ഞ സർക്കാർ സേവനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഭയക്കുന്നുണ്ട്. സർക്കാർ സേവനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിക്കേണ്ടി വരും, അതുപോലെ രജിസ്ട്രേഷൻ അടക്കമുള്ള മേഖലകളിൽ ഫീസ് വർദ്ധിപ്പിക്കേണ്ടി വരും, ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള സംഗതികളുണ്ടാവും, ഓട്ടോ ടാക്സി അടക്കമുള്ള റേറ്റ് വരെ കൂടും എന്നുള്ള ഭയമാണുള്ളത്. മൊത്തത്തിൽ ജീവിത ചെലവ് കൂടുമോ? നിലവിൽ തന്നെ അത് കൂടുതലാണ്. ഒരുപക്ഷെ നമ്മുടെ പർച്ചേസിങ് കപ്പാസിറ്റിയെ, സാധാരണക്കാരൻ്റെ പർച്ചേസിങ് കപ്പാസിറ്റിയെ കുറച്ചൊന്ന് മുകളിലേക്ക് ഉയർത്തിയത് കഴിഞ്ഞ തവണത്തെ ഈ പറഞ്ഞ ആദായ നികുതിയുടെ പരിധി ഉയർത്തി എന്നുള്ളതാണ്. അതൊരു പ്രീസൈൻസ് ആയിരുന്നു. അതായത് ഇപ്പോൾ ഈ പറയുന്ന ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ടാകുമെന്നും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടായ ഒരു എന്താ പറയുന്ന ഒരു വിഷൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ നടന്നത്. മറ്റൊന്നും അതിലുണ്ടായിരുന്നില്ല, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് ആളുകളെല്ലാം ചിന്തിച്ച് ചോദിക്കുമോ നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ. പക്ഷെ അതൊരു ബ്രില്യൻറ്റ് ഒരു ഫോർസൈറ്റ് ആയിരുന്നു. പക്ഷേ അതിപ്പോൾ വീണ്ടും കുറയുകയാണ്. ഈ പറഞ്ഞ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ഭാഗമായി അത് ലോകത്തെ മൊത്തം ബാധിച്ച പോലെ നമ്മളെയും ബാധിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേക സാമ്പത്തിക അവസ്ഥയിലും നമ്മുടെ പൊതുകടം ഇത്രയും കൂടിയിരിക്കുന്ന അവസ്ഥയിലും നമ്മുടെ പർച്ചേസിങ് കപ്പാസിറ്റി ഇപ്പോൾ വീണ്ടും കുറഞ്ഞു. റെമിറ്റൻസ് കുറയുമല്ലോ. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള ഇഷ്യൂ വരുമ്പോൾ അവിടുത്തെ ആളുകളുടെ ഒരു ഇമ്പാക്റ്റ് അറിയാനിരിക്കുന്നേ ഉള്ളൂ. അവിടുത്തെ വാർ അവിടെ പലയിടത്തും ഈ പറയുന്ന ആക്രമണങ്ങളിൽ അതിൻ്റെ റിഫൈനറിയും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു റീകൺസ്ട്രക്ഷൻ സ്റ്റേജിലോട്ടാണ്. അവിടെ നിന്നൊക്കെ വരുന്ന റെമിറ്റൻസിനെ ഒരു പക്ഷേ ബാധിച്ചേക്കാമെന്നാണ് ഞാൻ അതിനെ കണക്കൂട്ടുന്നത്. അങ്ങനെ വരുമ്പം നമ്മുടെ റെമിറ്റൻസ് എക്കോണമിയെ ബാധിച്ചേക്കാം. നമ്മുടെ സെൻട്രലിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ള പുതിയ ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ച് എന്താണ് എന്നുള്ളൊരു മേജർ കൺസേൺ ആണ്. ഈ പറയുന്ന ഫ്രീ ബീസിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ വിഭവ സമാഹരണം ഏതൊക്കെ മേഖലകളിൽ കൂടെ ആയിരിക്കും എന്നുള്ളതിനെപ്പറ്റി നമുക്കൊരു കൺസേൺ ഉണ്ട്. തൊഴിൽ, ഇവിടെ എന്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെങ്കിലും ഇവിടെ ഒരു ലേബർ ഫോഴ്സ് വേണം. അപ്പം നമ്മളൊരു ഡെമോഗ്രാഫിക്കലി നമ്മളൊരു 40-ലേക്കൊക്കെ പോയി കഴിഞ്ഞു, നമ്മുടെ ഒരു ആവറേജ് ഏജ്. ആ ആവറേജ് 40-നുള്ള പ്രോബ്ലം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ബിസിനസ്സുകൾ ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നൊക്കെ പറയും. അതാണ് ഇന്ന് പ്രധാനമന്ത്രി പലയിടത്തും പോയി നമ്മുടെ ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിനെ പറ്റി പറയുന്നത്. അത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹിന്ദി ഹാർട്ട്ലാൻഡിലാണ്. UP, ബീഹാർ, മധ്യപ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ആക്ച്വലി വളരെ പ്രായം 24-25 നിൽക്കുന്നത്. അപ്പോൾ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിന് വരില്ല ബിക്കോസ് ഓഫ് അവർ നേച്ചർ. സെക്ടേഴ്സ് നമുക്കുള്ളത് ടൂറിസം, എഡ്യൂക്കേഷൻ, ഒരു പക്ഷേ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഹെൽത്ത് കെയർ, വെൽനെസ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു നെക്സ്റ്റ് ലെവൽ റവന്യൂ ജനറേഷനിലോട്ട് പോകാൻ. അതിന് നമുക്കുള്ള പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ 12 വർഷത്തെ പറ്റി നമ്മളിപ്പം പലപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്. ഭാരതം എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് നോക്കിയാൽ ആദ്യത്തെ ഒരു 4-5 വർഷം അടിസ്ഥാന സൗകര്യത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഭാരത് മാലയാണെങ്കിലും റോഡ് ഡെവലപ്മെൻ്റ് ആണെങ്കിലും പോർട്ട്, എയർപോർട്ട്, ഇപ്പം തന്നെ ഷിപ്പിങ്ങിൻ്റെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാന സൗകര്യം നമ്മൾ കൊടുത്താൽ മാത്രമേ ബിസിനസ്സുകൾ ഇങ്ങോട്ട് വരികയുള്ളൂ. അപ്പോൾ കേരളത്തിനുള്ള മേജർ പ്രോബ്ലം നമുക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇന്നും എത്രയോ വർഷമായി നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരെ യാത്ര ചെയ്യണമെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താ? നമ്മുടെ NH പണി ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാം. NHAI എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ്, ഇവിടെ ലാൻഡ് നമ്മൾ കൊടുക്കാനുണ്ട്, പൈസ ഇത് ചെയ്തു എന്നൊക്കെ പറയാം. മംഗലാപുരത്തേക്ക് നമുക്ക് എല്ലാ ദിവസവും വൈകിട്ട് 3 ട്രെയിനുകളാണ് പ്രധാനമായിട്ടുള്ളത്. മാവേലി, മലബാർ, ട്രിവാൻഡ്രം, അങ്ങനെ ഒരു 3 ട്രെയിനുകളാണുള്ളത്. ഈ 3 ട്രെയിനുകളിലും നമുക്ക് ടിക്കറ്റ് കിട്ടണമെങ്കിൽ 1 മാസം മുന്നേ ബുക്ക് ചെയ്യണം. അപ്പോൾ പറയും തത്കാലം. നമുക്ക് തത്കാലം ഉണ്ടല്ലോ എന്ന്.
അല്ല 3 മാസം ബുക്ക് ചെയ്യുന്നത് അത് എനിക്ക് മനസ്സിലായി. അതായത് നമുക്ക് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പം റോഡ് മാർഗമുള്ള ഓപ്ഷൻ കുറവാണ്. റോഡ് മാർഗം ഉള്ള ഓപ്ഷൻ കുറവാണ് ഞാൻ പറയുന്നു. പക്ഷേ നമുക്ക് കൂടുതൽ സേഫായിട്ടും കൂടുതൽ വേഗത്തിലും സഞ്ചരിക്കാവുന്ന ട്രെയിനാണ്, ചീപ്പറായിട്ട് സഞ്ചരിക്കാവുന്ന ട്രെയിനാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ റെയിൽവേ ഡെവലപ്മെൻറ്റിൽ നമുക്ക് വലിയ ശ്രദ്ധ വേണ്ടതാണ്. എന്നാൽ ഇതിൻ്റെ പേരിൽ കഴിഞ്ഞ തവണ ഇട്ട മഞ്ഞക്കുറ്റിയെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അത് സുതാര്യമായിട്ടായിരുന്നില്ല നടത്തിയെന്നുള്ളത്. ഞാൻ പറയുന്നത് ഇപ്പം തന്നെ ഇവിടെ നമ്മുടെ ട്രെയിനിൻ്റെ ഒരു ഇത് പറയുമ്പോൾ ആദ്യം പറയുന്നത് ലാൻഡ് അവൈലബിലിറ്റിയാണ് നമുക്കുള്ള ഇഷ്യൂ. ഈ പാളത്തിനെ സ്ട്രെയിറ്റൻ ചെയ്യുന്നത് മുതലുള്ള പല കാര്യങ്ങൾ പറയുന്ന ഇപ്പം വേഗത്തിൽ തീവണ്ടി ഓടിയാൽ മാത്രമേ പുതിയ തീവണ്ടികൾ വരികയുള്ളൂ. ഇവിടെ കേരളത്തിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വളഞ്ഞും തിരിഞ്ഞും ഒക്കെ പോകുമ്പോഴുള്ള സ്പീഡ് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ടെക്നിക്കലായിട്ട് എനിക്കറിയില്ല. എന്നാൽ പോലും അപ്പോൾ ലാൻഡിൻ്റെ അവൈലബിലിറ്റി, ലാൻഡ് എടുത്ത് കൊടുക്കേണ്ടത് സ്റ്റേറ്റാണ്. നമ്മൾ ഈ സ്റ്റേറ്റും സെൻറ്ററും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നുണ്ട്. ഇവിടെ ലാൻഡ് എടുത്ത് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടിയിട്ട് കേരളം വളരെ വേഗത്തിൽ ലാൻഡ് അക്വിസിഷൻ നടത്തി എന്നുള്ളതൊരു ഫാക്റ്റാണ്. മറ്റ് പല സംസ്ഥാനങ്ങളും ഒരുപക്ഷേ ഈ കഴിഞ്ഞ LDF സർക്കാർ അവകാശപ്പെട്ടത് കേരളം മാത്രം അതിൻ്റെ 25% തുക കൊടുത്തു എന്നൊക്കെ. അങ്ങനെയല്ല, മറ്റ് പല സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ കേരളവും ഈ പറഞ്ഞ പോലെ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ലാൻഡ് അക്വിസിഷൻ ഒന്നും കഴിഞ്ഞ ഈ കാലത്തൊന്നും വലിയൊരു പ്രശ്നമായിരുന്നില്ല. സർക്കാരിന് ഏത് ലാൻഡാണ് അക്വയർ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്, അതിൻ്റെ റീഹാബിലിറ്റേഷനും കോമ്പൻസേഷനും ഒക്കെ കറക്റ്റാക്കി ചെയ്താൽ പോരെ. അത് പക്ഷേ ഇത് എന്നും നമ്മൾ ആ റോഡിൽ കൂടെ ഓടി തുടങ്ങിയില്ല. ഇന്ന് ഈ പറയുന്ന മംഗലാപുരം ഞാൻ ചോദിക്കുന്നത് സാധ്യമല്ല എന്നാണ് എൻ്റെ ചോദ്യം. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ സാധ്യമാണ്. ഇപ്പം സോജില പാസ് നമുക്ക് ചെയ്യാമെങ്കിൽ ഈ കേരളത്തിലുള്ള ഒരു കാര്യമാണ് ബുദ്ധിമുട്ട്. ലഡാക്കിലേക്കുള്ള സോജില പാസ് വിച്ച് ഇസ് കൺസിഡേർഡ് ടു ബി വെരി വെരി ഡിഫിക്കൾട്ട്. അതായത് വർഷങ്ങളായിട്ട് ഈ ലഡാക്കിൻ്റെ ഈ സ്നോയിങ് സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പിരിയാനോ പാടില്ല. അവിടെ നമ്മൾ ഇന്ന് ഇത്രയും വലിയ ഒരു തുരങ്കം ഉണ്ടാക്കി കണക്ടിവിറ്റി റെഡിയാക്കി അതിൻ്റെ തുരങ്കം റെഡിയായിട്ടുണ്ട്. ഇനി എനിക്ക് 28 മറ്റോ ആവും ഇതിൻ്റെ ഒരു ഇതാകാൻ. ഇന്ന് എന്തുകൊണ്ട് നമുക്ക് കേരളത്തിന് പറ്റിയില്ല? ആ കേരളത്തിന് പറ്റാത്തത് നമ്മൾ സംസ്ഥാന സർക്കാരിനെയാണോ കേന്ദ്ര സർക്കാരിനാണോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, കേന്ദ്ര സർക്കാരിന് ഇതിനകത്ത് വലിയൊരു പങ്കുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മൊബിലിറ്റിയെ ഐ ആം നോട്ട് ജസ്റ്റിഫൈങ് എനിബഡി. ഇത് ഒരു ജോയിൻ്റ് എഫേർട്ട്. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈ പല കാര്യങ്ങളിലും ഇടപെടാനുള്ളൊരു അവസരം കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഈ നമ്മുടെ 2 ബൈപ്പാസ് എത്രയോ 50 വർഷത്തോളം അടഞ്ഞു കിടന്നിരുന്നു. ഒന്ന് ആലപ്പുഴയിലൊരു ബൈപ്പാസ്, കൊല്ലത്തുള്ള ബൈപ്പാസ്. ഇതെപ്പോഴാണ് ശരിയാക്കിയത്, ഇത് ആരാണ് ശരിയാക്കിയതെന്നുള്ളതിനെപ്പറ്റി ഇവിടെ ആർക്കും അറിയില്ല. ഇത് ആക്ച്വലി സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ്. അത് അന്ന് എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടിയോ മറ്റോ സർക്കാരിൻ്റെ സമയത്താണ്, നരേന്ദ്രമോദിയായിട്ട് അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ സമയത്ത്. NHA ആയിട്ടുള്ള മേജർ കൺസേൺ അവിടെ ഉണ്ടായിരുന്നത് ടോളാണ്. അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു നിങ്ങൾ ഇത്രയും ടോൾ എനിക്ക് കേരളത്തിൽ ചാർജ് ചെയ്യാൻ ഒക്കില്ല, പക്ഷേ ഈ കോസ്റ്റിൻ്റെ 50% ഞാൻ തന്നോളാം. സോ അവിടെ ഒരു സമവായം ഉണ്ടാക്കിയെടുത്തു, അവിടെ ഒരു ഡിസ്കഷൻ ഉണ്ടായി, അതിനൊരു സൊല്യൂഷൻ ഉണ്ടായി. അതുകൊണ്ടാണ് കൊല്ലത്തെ ഒരു ബൈപ്പാസ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. അതിന് ആർക്ക് ക്രെഡിറ്റ് കൊടുക്കും? അതിന് കേന്ദ്ര സർക്കാരിന് കൊടുക്കുമോ കേരള സർക്കാരിന് കൊടുക്കും? ക്രെഡിറ്റ് 2 പേർക്ക്. അല്ല, അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ആര് ക്രെഡിറ്റ് എടുക്കുമെന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു പ്രോബ്ലം താങ്കൾ പറഞ്ഞ് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഊന്നിയുള്ളതായിരിക്കണം. അതായത് അടുത്ത കുറച്ച് വർഷങ്ങളിലേക്ക് നമ്മുടെ അടിസ്ഥാന സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കണം എന്നാണോ താങ്കൾ പറയുന്നത്? പറ്റില്ലല്ലോ. ഞാനിപ്പോൾ അങ്ങനെ പറയുമ്പോൾ എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷേ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ഒരു പോളിസി ഡോക്യുമെൻ്റായിട്ട് മാറി. ഈ പണ്ടത്തെ ഒരു ബഡ്ജറ്റിലെന്ന് പറയുന്നത് ഇന്ന സ്റ്റേറ്റിന് ഇത്ര, ഇന്ന അലോക്കേഷൻ ഇത്ര എന്നൊക്കെ പറയുന്നിടത്തു നിന്ന് മാറി ഒരു പോളിസി ഡോക്യുമെൻ്റായിട്ട് മാറി. അവിടെ ഈ പറയുന്ന പോലെ ഒരു ചലഞ്ച് മോഡലായി. ഇപ്പോൾ കേരളമാണ് അതിന് ഇന്നൊരു പ്രപ്പോസലുണ്ട്, അല്ലെങ്കിൽ ഗതിശക്തിയിൽ ഉള്ള ഒരു മോഡൽ ഇവിടെ വേണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചലഞ്ച് ചെയ്യണം. അങ്ങനെയൊക്കെ ആയി അതിൻ്റെ ഒരു ടോട്ടലി ഡിഫറെൻ്റായി. 2 ഈ പറയുന്ന PSUസും അങ്ങനെയുള്ള കാര്യങ്ങളുടെ റീവാമ്പും മോണിറ്റൈസേഷനും ചെയ്യാൻ ഒക്കുമോ എന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം സിംഗപ്പൂരിലൊക്കെ തമസക് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അത് ആക്ച്വലി PSUസിൻ്റെ ഒരു കൺസോളിഡേഷനാണ്.
അത് പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് യൂണിറ്റ് പോലെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും PSUs ഉണ്ട്, അവർക്ക് ലാൻഡുണ്ട്, ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് മാത്രമായി മാറുന്ന ഒരു രീതിയാണ്. അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇല്ല. ആ വൈറ്റ് പേപ്പറിൽ ഒരു ചാപ്റ്റർ തന്നെ PSUസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അറ്റ്ലീസ്റ്റ് ആ ഫസ്റ്റ് ഇനിയുള്ള 9 മാസത്തെ ഈ പറയുന്ന ഫസ്റ്റ് ക്വാർട്ടർ കഴിഞ്ഞു. ഇനി അടുത്ത 3 ക്വാർട്ടറിലേക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് വലിയ മാജിക്കോ അല്ലെങ്കിൽ ഈ പറയുമ്പോൾ ഈ പണ്ട് ഈ കഴിഞ്ഞ വർഷമൊക്കെ നമുക്കറിയാം ഇത് അങ്ങനെ പദ്ധതി ഈ പദ്ധതി എന്നൊക്കെ പറയുന്നതല്ല. ഇതിനൊന്നും അൾട്ടിമേറ്റ്ലി ദർ ഹാസ് നത്തിങ് ഒരു ഫ്രൂട്ട്. അത് കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ ഇതെടുത്ത് നോക്കിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിതൊരു ശീലമായി നമുക്ക് ഇത് ഒരുപാട് ഇത് ചെയ്യും. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും. ഇദ്ദേഹത്തിനൊരു ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അദ്ദേഹം ധീരമായ ഒരു ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ഡീപ്പ് സർജറി ചെയ്യാനുള്ള ഒരു റോഡ് മാപ്പ്. കാരണം അടുത്ത 9 മാസമോ അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ടോ ഒന്നും കേരളത്തിനെ അങ്ങ് നമുക്ക് മാറ്റിയെടുക്കണ്ട. പക്ഷേ അറ്റ്ലീസ്റ്റ് അതിനൊരു റോഡ് മാപ്പ് ഉണ്ടെങ്കിൽ ഞാൻ വളരെ അധികം ഹാപ്പി ആയിരിക്കും. അതായത് ഘട്ടം ഘട്ടമായി അതിനൊരു വിഷൻ. ഞാൻ ചോദിക്കുന്നത് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ നമ്പേഴ്സിന് ഉപരി ഒരു വിഷൻ ഡോക്യുമെൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ അല്ല. ഒരു സർക്കാരിന് വരുമാനം കിട്ടുക എന്ന് പറഞ്ഞാൽ നികുതി വരുമാനം തന്നെയാണല്ലോ. തനത് നികുതി വരുമാനം, നികുതി ചോർച്ച ഒഴിവാക്കുക, നികുതി കൃത്യമായി പിടിച്ചെടുക്കുക. അതായത് ഇപ്പം ഈ പറയുന്ന പ്രോപ്പർട്ടിയിൽ ഇതാണെങ്കിലും ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന ഇപ്പോഴും നമ്മൾ ഈ ഡിമോണിറ്റൈസേഷനും എല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോഴും രജിസ്ട്രേഷൻ വയ്ക്കുന്ന പണം എന്ന് പറയുന്നത് ഏതാണ്ട് 30-40% താഴെയുള്ളൂ. ഈ നേരത്തെ പറഞ്ഞ ഫ്രീ ബസ് ട്രാവൽ പറയുന്ന ഇമ്പാക്റ്റ് ഉള്ളതുപോലെ ആക്ച്വലി ഈ രജിസ്ട്രേഷൻ ഫീസിലെ റേറ്റ് കുറച്ചാൽ കളക്ഷൻ കൂടാം എന്ന് തന്നെയാണ് നമുക്ക്. ഇപ്പോൾ GSTയുടെ റേറ്റ് ഭയങ്കരമായി കുറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞതെന്താ, ഇത് പിന്നെ എവിടുന്ന് ഈ കഴിഞ്ഞ മാസമൊക്കെ റെക്കോർഡ് GST കളക്ഷനാണ്. അപ്പം GST ആണെങ്കിലും ഇവിടുത്തെ ചോർച്ച ഇല്ലാതാക്കുക, റവന്യൂ ബോയൻസി ഉണ്ടാക്കുക, ആളുകൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവരിവിടെ വരുള്ളൂ. ആ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു വിഷൻ ഡോക്യുമെൻ്റ് ആകണം ഈ വരുന്ന 19-ാം തീയതിത്തെ കേരള ബഡ്ജറ്റ്. അല്ലാതെ ഇതിനകത്തുള്ള ഒരു ഗിമിക്കോ മാജിക്കോ ഒന്നും ഒരുത്തരും നോക്കുന്നില്ല. അഥവാ വന്നാൽ തന്നെ കുറച്ച് പേര് ക്രിട്ടിസൈസ് ചെയ്യുമായിരിക്കാം. പക്ഷേ കേരള ഞാനും നിങ്ങളും താമസിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. എബവ് പോളിറ്റിക്സ് ഈ സ്റ്റേറ്റിൻ്റെ എക്കണോമിക് ഗ്രോത്തും വെൽഫെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് നിങ്ങൾക്കും. നേരത്തെ പറഞ്ഞ പോലെ അങ്ങേക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യണമെങ്കിൽ ഉണ്ടാകുന്ന അഡീഷണൽ പൈസ എന്ന് പറയുന്നത് ദാറ്റ് ബിക്കംസ് ഒരു ഡയറക്റ്റ് സ്ട്രെയിൻ ഓൺ യുവർ ഇൻകം. അപ്പോൾ അത് ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ, അതുകൊണ്ടുള്ള ബിസിനസ് ഉണ്ടാവുകയുള്ളൂ. താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ഇപ്പം നിലവിലുള്ള അവസ്ഥ ഇതാണ്. അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4 വർഷം കൊണ്ട് നമ്മുടെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്തുന്ന നിലയിൽ അടുത്ത കൊല്ലം വിത്ത് വിതയ്ക്കാൻ ഇപ്പോൾ നില ഒരുക്കിയിടുക. കറക്റ്റ്. അല്ലാതെ മാജിക് ഇപ്പം ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മാജിക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് ആർക്കും പറയാൻ ഒക്കില്ല. ഇത് കഴിയുമ്പോൾ ഒരുപാട് ക്രിറ്റിസിസംസും ഉണ്ടാകാം. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറാകുമോ? ദാറ്റ് ഈസ് വാട്ട് മൈ ക്വസ്റ്റ്യൻ ഇസ്. അതായത് നമ്മളെ ഒരു മുണ്ട് മുറുക്കി കൊടുക്കണം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഈവൻ കോവിഡ് സമയത്ത് ഭാരതം ആണ് ഒരു പക്ഷേ ഏറ്റവും വലിയ റെസീലിയൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു കൺട്രി. വി ഷേപ്ഡ് റിക്കവറി എന്നൊക്കെ അന്ന് എക്കണോമിക്സ് പറഞ്ഞിരുന്നു. ഇതിൻ്റെ കാരണം നമ്മൾ ഫ്രീ മണി കൊടുത്തിരുന്നില്ല, ഫ്രീ ബീസ് കൊടുത്തിരുന്നില്ല. 20 ലക്ഷം കോടിയുടെ പ്രോജക്റ്റ് പറഞ്ഞെങ്കിലും ആർക്കും വെറുതെ ഒരു പണവും നമ്മൾ ഇത് ചെയ്തില്ല. ബിസിനസ്സുകാർക്ക് കടമെടുക്കാനായിട്ടുള്ള ഒരു വിൻഡോ നമ്മൾ ഓപ്പൺ ചെയ്തു എന്നല്ലാതെ. ഇന്ന് അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് റിക്കവർ ചെയ്ത എക്കോണമിയും ഭാരതത്തിൻ്റെയാണ്. സെയിം സിറ്റുവേഷനാണ് ഇന്ന് കേരളത്തിന് വേണ്ടത് ഫ്രീ ബീസ് അല്ല. കേരളത്തിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇവിടെ വരേണ്ട ആളുകൾ എന്ന് പറയുന്നത് പുതിയ ഇൻവെസ്റ്റേഴ്സ് വരണം, ബിസിനസ് വന്നാൽ മാത്രമേ നികുതി കിട്ടുകയുള്ളൂ, കൺസംഷൻ കൂടുകയുള്ളൂ. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്ഷനിലേക്ക് വഴി തുറന്നിട്ട് കൊടുക്കണം. നമുക്ക് മാനുഫാക്ചറിങ്ങിലോട്ട് പോകാൻ ഒക്കില്ല. ലെറ്റ് us be very clear about that. ഈ മാനുഫാക്ചറിങ് എന്ന് പറയുന്നതിന് ലാൻഡ് അവൈലബിലിറ്റി, ഇപ്പം കിറ്റെക്സ് തന്നെ ഒരു പക്ഷേ ഇവിടെ നിന്ന് പോയത് നമുക്ക് സർക്കാരുമായിട്ടുള്ള ഹരാസ്മെൻറ്റും നോക്കുകൂലിയോ അട്ടിമറിക്കൂലിയോ എന്നൊക്കെ പറയാമെങ്കിലും അതിൻ്റെ ഒരു മേജർ ഫാക്ടർ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് കൊണ്ടുപോയത് അവൈലബിലിറ്റി ഓഫ് ലേബർ തന്നെ ആയിരിക്കും. അപ്പോൾ അത്
അത് ഒരു ബ്രില്യൻ ബിസിനസ്മാൻ ആയതുകൊണ്ട് നാച്ചുറലി അത് തെലങ്കാനയിലെ പൊളിറ്റിക്കലി ഇതങ്ങോട്ട് ചാരി വെച്ചിട്ട് അപ്പോൾ അദ്ദേഹത്തിന് തെലങ്കാനയിൽ നിന്ന് ഫ്ലൈറ്റിൽ ആൾ വന്നു, കൊണ്ടുപോയി ലാൻഡ് അലോക്കേറ്റ് ചെയ്തു. ദാറ്റ്സ് ബ്രില്യൻറ്റ്. അത് ഇതുകൊണ്ട് നല്ല ബിസിനസ് ആയിരുന്നു. അഫ്കോഴ്സ് ഇവിടെ നിന്ന് അദ്ദേഹത്തിന് ഉപദ്രവിച്ചു, അല്ലെങ്കിൽ വേറൊരു ഗവൺമെൻറ് ആണെങ്കിലും പോകാൻ അനുവദിക്കില്ലായിരുന്നു. ഇപ്പോൾ ബംഗാളിൽ സംഭവിച്ചത് എന്താ, ഈ പറയുന്ന ടാറ്റ നാനോയുടെ ഫാക്ടറി അവിടെ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ആണെങ്കിലും ഈ പറയുന്ന TMC ആണെങ്കിലും അവരെ അവിടെ നിന്ന് ഓടിച്ചു. അത് ഗുജറാത്ത് ഗവൺമെൻറ് പോയി അവിടെ ഫാക്ടറി ഉണ്ടാക്കി. അപ്പോൾ ഈ അവിടെ പ്രൊഡക്ഷൻ വരുമ്പോൾ എന്ത് പറ്റുന്നു കഴിഞ്ഞാൽ അവിടുത്തെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി വരുമ്പോഴാണ് GST ഉൾപ്പെടെയുള്ള റവന്യൂ വരുന്നത്. ഈ ഇപ്പം എവിടെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെയാണ് ഫസ്റ്റ് ലെവൽ 100 രൂപയുടെ സാധനം അവിടെ പ്രൊഡ്യൂസ് ചെയ്താൽ 10% GST എങ്കിൽ 10% ഇതിൻ്റെ 50% ആ സ്റ്റേറ്റിനാണ്. പിന്നെ 20% കൂടിയാൽ ആ അഡീഷണൽ 20% ഇതേ. അതായത് താങ്കൾ പറയുന്നത് ഇവിടെ ഈ പ്രൊഡക്ഷനുള്ള സാധ്യത കുറവാണെന്നാണ്. കറക്റ്റ്. അപ്പോഴെന്ത് ചെയ്യണം, നമ്മൾ സർവീസസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പോൾ IT മേഖല റിവൈവ് ചെയ്യാൻ ഈ ഒരു ഡിസ്ട്രപ്ഷൻ വരും. പക്ഷേ എല്ലാ സർക്കാരുകളും IT മേഖലയിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. ഇവിടെ ഇപ്പം നമ്മൾ കാണുന്ന ടെക്നോ പാർക്ക് എന്ന് പറയുന്ന ആദ്യത്തെ ടെക്നോളജി പാർക്ക് ഇന്ത്യയിൽ. ഇതിന് ശേഷം വന്നിട്ടുള്ളതേ ഉള്ളൂ ബാംഗ്ലൂർ ആണെങ്കിലും. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും ലീസ്റ്റ് ഡെവലപ്ഡ് ടെക്നോ പാർക്ക് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇതിന് ഈവൻ നമ്മൾ ഡയറക്റ്റായിട്ടുള്ള ആളുകളുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ, അവിടെ വർക്ക് ചെയ്യുന്നവർ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും ഇവിടെ അവർക്ക് വേണ്ട എൻ്റർടൈൻമെൻ്റ് ഇല്ല, അവർക്ക് വേണ്ട ആഹാരം ഇവിടെ ബുദ്ധിമുട്ടാണ് അവർക്ക്. ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവർ വെളിച്ചെണ്ണ അധികം യൂസ് ചെയ്യാത്ത ആളുകൾ. ഞാൻ വളരെ സില്ലിയായിട്ട് തോന്നുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ രീതിയിലുള്ള ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല എന്ന കംപ്ലൈൻറ്റ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം. അവർക്ക് കണക്ടിവിറ്റി ഒരു വലിയ ഇഷ്യൂ ആണ്. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് എത്ര കണക്ടിവിറ്റി ഉണ്ട്. റോഡിൻ്റെ കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചു. അപ്പോൾ ഇവിടെ ആളുകൾ ബിസിനസ്സുമായിട്ട് വരണമെങ്കിൽ നിസാൻ ഇവിടെ വളരെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തൊരു വലിയ ഓർഗനൈസേഷൻ നിസാൻ എന്ന് പറഞ്ഞാൽ ഒരു ടോണിയുടെ ഒരു ഇതിൽ ഇവിടെ ബിസിനസ് കൊണ്ടുവന്നു. അത് ഇവിടുത്തെ MPമാരും ഇവരൊക്കെ എൻ്റെ ക്ലെയിം എടുത്തു. നിസാൻ ഈസ് നോട്ട് ഹിയർ. അതിൻ്റെ റീസൺ അറിയാമോ? അതായത് ഇവിടെ ഒന്ന് അവൈലബിലിറ്റി ഓഫ് ലേബറും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, ഇൻഫ്ര ഉണ്ട്. അവിടെ ഒറ്റയ്ക്കൊരു ഇത്രയും പേർക്ക് ഒരു 3000-5000 പേർക്കൊക്കെ ഇരിക്കാനുള്ളൊരു ഫെസിലിറ്റി നമുക്കിന്ന് കൊടുക്കാനില്ല. അതെല്ലാം നമ്മൾ നെഗേറ്റ് ചെയ്താൽ പോലും ജപ്പാനിൽ നിന്ന് ഇവിടെ ഡയറക്റ്റായിട്ട് വരാനുള്ള എയർക്രാഫ്റ്റ് ഇല്ല. അവർ ഇത് മാറിക്കയറിയാലും സ്കൂട്ട് പോലുള്ള ബഡ്ജറ്റ് എയർലൈനുള്ള ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാൻ ഇവരുടെ സീനിയർ എക്സിക്യൂട്ടീവ്സിനുള്ള ഫെസിലിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് എവിടെയാണ് നോക്കേണ്ടത്? ഗവൺമെൻറ് നോക്കേണ്ടത് ഇതിനകത്ത് അപ്പോയിൻമെൻ്റ് ആണോ, എൻ്റെ ആളുകളെ അവിടെ കയറിയോ, അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തോട്ടെ. അവരവരെ ഓരോ ഗവൺമെൻറ് വരുമ്പോൾ അവരവരുടെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഒരു ബിഗർ ഹയർ ലെവൽ ഗ്രോത്ത് വേണമെങ്കിൽ ഇതിൻ്റെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിൽ വളരെ ശക്തമായ ഇൻവോൾവ്മെൻറ്റ് വേണം. അത് പെട്ടെന്ന് ഇത് ചെയ്യുന്നതല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ചെറിയൊരു എക്സാമ്പിളുണ്ട്. ഞാനൊക്കെ ചാർട്ട് അക്കൗണ്ടൻസി പ്രാക്ടീസ് തുടങ്ങി 1992 തുടങ്ങുന്ന സമയത്ത് അന്ന് ആളിൽ വന്ന് ചോദിക്കും, എന്താ നമുക്കിവിടെ തുടങ്ങാൻ പറ്റുന്നൊരു ബിസിനസ് എന്ന് ചോദിക്കും. അപ്പോൾ എല്ലാവരും പറയുന്നത് ഫുഡ് പ്രോസസ്സിംഗ് ആണ് അല്ലേ. ഇപ്പോഴും പറയുന്നത് ഫുഡ് പ്രോസസ്സിങ് കേരളത്തിന് പറ്റിയ ഒരു ബിസിനസ്സാണ്. ഇന്ന് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ബ്രാൻഡായിട്ടുള്ള മോഹൻലാൽ അദ്ദേഹം പ്രൊമോട്ട് ചെയ്ത ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്ന ഈ ഫുഡ് പ്രോസസ്സിങ് ബിസിനസ് ഇന്ന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ? ഈ കൊച്ചു മസാല ഇത് ചെയ്യുന്നതും അങ്ങനെയുള്ള ചെറിയ യൂണിറ്റ്സും എല്ലാം ക്ലോസ് ഡൗൺ ആയിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ബേസിക് റീസൺ എന്താണ് എന്ന് ഗവൺമെൻറ് പഠിക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. ഇതിൻ്റെ ഞാൻ മനസ്സിലാക്കിയത് ഇത് ക്രോപ്പ് ബേസ്ഡാണ്. ബേസിക്കലി മുളകും ഒക്കെ മല്ലിയും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ കൃഷിയില്ല. അപ്പോൾ എന്ത് വേണം? ഈ കൊച്ചു ആളുകൾക്ക് വേണമെങ്കിൽ ഗവൺമെൻറ് കോൾഡ് റൂം സംവിധാനം ചെയ്തിരുന്നെങ്കിൽ ക്രോപ്പ് കിട്ടുന്ന സമയത്ത് ഇത് 8 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ക്രോപ്പ് ഇല്ലാതെ അതിൻ്റെ പോകുമ്പോൾ 80-90 രൂപയാവും. ഈ ഒരേ പ്രൈസിന് അവർക്ക് വിൽക്കാൻ ഒക്കില്ല. അതേസമയം ഗവൺമെൻറ് ചെയ്യാൻ നോക്കുന്ന ഇന്ന് നബാർഡിൻ്റെ സ്കീമുണ്ടെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് എല്ലാ ഡിസ്ട്രിക്റ്റിലും
ഓരോ കോൾഡ് റൂം ചെയ്യാനുള്ള ഇത് ഇന്നേ വരെ കേരളത്തിലെ ഒരു ഡിസ്ട്രിക്റ്റും അത് അവെയിൽ ചെയ്തിട്ടില്ല. താങ്കൾ ഈ പറയുന്ന എല്ലാ ഡിസ്ട്രിക്റ്റിലും കോൾഡ് റൂം ചെയ്യാൻ പറയുമ്പോൾ എല്ലാ KSRTC ബസ് സ്റ്റേഷനിലും വൃത്തിയുള്ളൊരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമല്ലേ? വെൻ യു ലുക്ക് അറ്റ് ഇപ്പം ഞാനൊരു ഒരു പക്ഷേ ബയസ്ഡ് ആയിരിക്കാം, ഞാൻ കേന്ദ്ര ഗവൺമെൻറ് ആദ്യം ചെയ്തൊരു കാര്യമുണ്ട്. അല്ല, ഞാനത് അതും കൂടെ ചേർത്തങ്ങ് പറയാം. അതായത് കോഴിക്കോടോ തിരുവനന്തപുരത്തോ ടോയ്ലറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ ഒരാളൊരു പോവുകയാണ്, അയാളുടെ ലഗേജും കൊണ്ട് പോയാൽ ആ ലഗേജ് വെച്ചിട്ട് അയാൾക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ രണ്ടിടത്തുമില്ല. വൃത്തി എന്ന് പറയുന്ന സംഗതി നമ്മൾ മഷിയിട്ട് നോക്കണം. ഇത് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, നിനക്കൊക്കെ വേണേ കയറി കാര്യം സാധിച്ചിട്ട് ഇപ്പോൾ ഒരാളെ അവിടെ ഇരുത്തിയിട്ടുണ്ട് 5-10 വാങ്ങിക്കാൻ. ഇത്രയും ഒരു സംവിധാനമാണ് നമ്മുടെ പബ്ലിക് ടോയ്ലറ്റിനുള്ളത്. ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറയുമ്പോൾ പ്രാഥമികമായി പറയേണ്ടുന്നൊരു കാര്യമല്ലേ അത്? ഇതല്ലേ പൊതുവേ, അതിപ്പോൾ ഈ സർക്കാരായാലും ഇതിന് മുമ്പുള്ള സർക്കാരായാലും സംഭവിക്കുന്നത് ഇത് തന്നെയല്ലേ? അപ്പോൾ ഒരു സിവിക് ഡ്യൂട്ടി ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബിയോണ്ട് ഗവൺമെൻറ്, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്ത് ഇനി നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു സിവിക് ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ഒരു സ്വച്ഛ് ഭാരതിലാണ് ഭാരതത്തിൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ തുടങ്ങിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പം സ്വച്ഛ് ഭാരത് വാസ് ഒരു വലിയ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. അതുകൊണ്ട് ഈ ഓപ്പൺ ഡിഫെക്കേഷൻ മാറ്റിയെടുക്കാൻ പറ്റി എന്നൊക്കെ പറയുന്ന ഒരു വലിയ സ്റ്റഡീസുണ്ട്. കേരളത്തിൽ അത് വലിയ ഇതല്ല, കാരണം നമ്മൾ ബേസിക്കലി കുറേയൊക്കെ പക്ഷേ എന്നാൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളൊരു പെരിഫറലായിട്ടുള്ള ഇത് മാത്രമേ നമ്മൾ ചെയ്തിരുന്നുള്ളൂ. അപ്പം ഒരു പക്ഷേ സമൂഹം കുറേ കൂടെ റെസ്പോൺസിബിൾ ആകേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. നമ്മൾ ഈ ജെൻസിയും മറ്റേതൊക്കെ പറയുമ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ട്, കാരണം ഏത് ജനത ഇപ്പം ഗവൺമെൻറ് ഇസ് ഹാസ്, നമ്മൾ തന്നെയാണ് ബൈ ദ പീപ്പിൾ. അപ്പോൾ ബൈ ദ പീപ്പിൾ ആണെങ്കിൽ ഈ പറയുന്ന ഗവൺമെൻറ്റിന് സതീശനാണെങ്കിലും വിജയനാണെങ്കിലും നരേന്ദ്രനാണെങ്കിലും അല്ല, ജനത്തിന് ഇവരാരും വ്യക്തികൾ മാത്രമാണ്. കറക്റ്റ്. അപ്പോൾ നമ്മൾ പക്ഷേ എന്ന് ഗവൺമെൻറ് മുകളിലോട്ട് കയറുന്നു അന്ന് നമ്മളും അവരുമാണ്. ഗവൺമെൻറ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളൊരു വാട്ട് ഐ കൻ ഗിവ് ടു ദ സ്റ്റേറ്റ്, ടു ദ കൺട്രി, നമ്മളിപ്പോഴും അത് ആഗ്രഹിക്കുന്നില്ല, പറയുന്നില്ല. അപ്പം ഓരോരുത്തരും ഇപ്പോൾ കറപ്ഷൻ ആണെങ്കിൽ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോകുമ്പം പെട്ടെന്ന് കിട്ടാൻ വേണ്ടി 100 രൂപ കൊടുക്കുന്നത് മുതൽ തുടങ്ങുന്നതാണ് കറപ്ഷൻ. അതെന്ന് നമ്മൾ നിർത്തുന്നു, എന്ന് നമ്മുടെ ടാക്സ് അവോയ്ഡൻസോ ഇത് ചെയ്യുന്നു, അന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ പ്രതികരിക്കാൻ. പക്ഷേ ജനസമൂഹം, കേരള സമൂഹം ഈ പറയുന്ന പ്രബുദ്ധരാണെന്ന് പറയുകയും പക്ഷേ എല്ലാ ആക്ടിവിറ്റീസിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വേറൊരു രീതി വിട്ടുവീഴ്ച ചെയ്യുകയും ഇത് നമ്മുടെ പ്രശ്നമല്ലെന്ന് വിചാരിക്കുകയും ചെയ്യുന്നൊരു സംഭവം. അപ്പോൾ അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ബജറ്റ്, ഒരു വലിയ 10 വർഷത്തെ LDF ഭരണം, അത് കഴിഞ്ഞ് വരുന്നൊരു വളരെ പ്രതീക്ഷയോടെ ആൾക്കാർ രാഷ്ട്രീയ ഭേദമന്യേ അധികാരത്തിലേറ്റിയ ഒരു സർക്കാരാണ്. അത് UDF എന്നോ എന്ത് പേരും ആയിക്കോട്ടെ, മറ്റൊരു സർക്കാരിൽ നിന്നൊരു മോചനം, പുതിയൊരു കാഴ്ചപ്പാട്, അങ്ങനെയാണ്. അപ്പോൾ ഈ വരുന്ന പുതിയ ബജറ്റ് ഒരേ സമയം നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അതിൽ ഒരു കാഴ്ചപ്പാടുണ്ടാവണം, അതിലൊരു പൂർണ്ണത ഓരോ ഘട്ടത്തിലും ഉണ്ടാക്കേണ്ടതുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. ഡെഫിനറ്റായിട്ടും. അതായത് ഞാനൊരു നേരത്തെ പറഞ്ഞതുപോലെ ഇമ്മീഡിയറ്റ് ഒരു ട്രാൻസ്ഫർമേഷൻ നമുക്ക് നടക്കില്ല. ഒരു ഫസ്റ്റ് ഇയർ ഓഫ് ഗവൺമെൻറ്റാണ്, കുറച്ച് ശക്തമായിട്ടുള്ള ഡിസിഷൻസും മറ്റുമൊക്കെ എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ പല ആളുകൾക്കും വിധേയനായി ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ കേരളം ഈ പറയുന്ന ഒരു ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ ഒരു എക്കണോമിക് നിലനിൽക്കും, ഒരു പ്രോഗ്രസ്സും ഉണ്ടാകില്ല. നമുക്ക് കിട്ടുന്ന ഒരുപാട് നെഗറ്റീവ്സാണ് ഇനി ഉള്ളത്. ഏജിങ് എക്കോണമി, റെമിറ്റൻസ് ബേസ്ഡ് എക്കോണമി, ഇവിടെ ബിസിനസ്സിൻ്റെ അവൈലബിലിറ്റി ഇല്ല, ഇങ്ങനെയുള്ള ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം വച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു മുന്നോട്ടുള്ള പോക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. കോസ്റ്റ് ഓഫ് ലിവിങ് കൂടും. അതിന് ഒരു ട്രാൻസ്ഫർമേഷൻ വരണം, ഡിസ്റപ്ഷൻ ഉണ്ടാകണം. അതിന് വേണ്ടത് എന്താണോ, വാട്ട് എവർ ഇറ്റ് ടേക്സ്, ഈ ഗവൺമെൻറ് അതിന് ഒരു ബോൾഡായിട്ടൊരു സ്റ്റെപ്പ് എടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ ഒക്കെ ഉള്ളൂ. ഇത് നമുക്ക് 19th കഴിഞ്ഞിട്ട് എന്താണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇത്, ഞാൻ കുറേയൊക്കെ ഓപ്റ്റിമിസ്റ്റിക് ആണ്. ഇത്രയും ഒരു വലിയ മാൻഡേറ്റ് കിട്ടിയ ഒരു ഗവൺമെൻറ്, ഫ്രീ ബീസൊക്കെ അവർ പറഞ്ഞെങ്കിൽ പോലും ഒന്ന് അതിൻ്റെ ഒരു നിജസ്ഥിതി മനസ്സിലാക്കി മുന്നോട്ട് പോകും എന്ന് വിചാരിക്കുന്നു.
അതായത് 19-ാം തീയതി രാവിലെ ധനമന്ത്രിയായ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇഡ്ഡലിയോ സാമ്പാറോ കഴിച്ചിട്ടിറങ്ങട്ടെ, അദ്ദേഹത്തിൻ്റെ പെട്ടിയിൽ എന്തായിരിക്കും എന്ന് മത്സരിച്ച് ദൃശ്യം പകർത്താൻ ഓടുന്ന മാധ്യമപ്രവർത്തകരുടെ താല്പര്യങ്ങൾ എന്തുമാകട്ടെ, അദ്ദേഹം തുറന്നു വയ്ക്കുന്ന ബജറ്റിൽ നിലവിലുള്ള കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആദ്യം നിലനിൽക്കാനും പിന്നീട് അടിത്തറ കെട്ടിപ്പൊക്കി വളരാനുമുള്ള വിഷൻ ഉണ്ടായിരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്പനേരം സി മലയാളം ന്യൂസിനൊപ്പം ചെലവഴിച്ചതിന് നന്ദി സർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.